മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ മാഗ്നറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയാറുണ്ട്. അത്രമാത്രം മാഗ്നറ്റിക് എഫക്റ്റാണ് ഈ വേജ് റേറ്റിൻ്റെ വർധനവിലുള്ളത്. അത് നമ്മളെ മലയാളിക്കും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ ഈ പുതിയ ക്യാപിറ്റൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു അദാനിയെ പോലുള്ളൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള കക്ഷികളെല്ലാം കടന്നു വരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു എന്താ പറയുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു വലിയ കക്ഷികൾ വളർന്നു വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ NRK എന്ന് പറയാവുന്ന നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു വളർച്ച അവർക്കുണ്ട് പല മേഖലയിലും. തീർച്ചയായിട്ടും അത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മുടെ ഇൻഡിജിനസ് ക്യാപിറ്റൽ, നമ്മുടെ ക്യാപിറ്റൽ, മലയാളി ക്യാപിറ്റൽ കടന്നു വരുന്നു. അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഭരണ സംവിധാനം മാറുന്നു, ഭരണ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ തന്നെ ഇവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം അല്ലെങ്കിൽ അവർ കുറേ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ട്രേഡ് യൂണിയൻസ് ആ അർത്ഥത്തിൽ അങ്ങനെയല്ല ഇന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻസ് കുറേ കൂടെ ഒരു എന്താ പറയുക ഒരു കോംപ്രമൈസിങ് വളരെ അവർ നിർജ്ജീവമാണെന്ന് നമ്മൾ പറയേണ്ടതെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഫേസിൽ സംഭവിച്ചത്. ഒരു ഇൻഡസ്ട്രിക്ക് താങ്ങാനാവാത്ത വിധത്തിൽ ഒരു വേജ് പ്രഷർ വരുമ്പം ആ ഇൻഡസ്ട്രിക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ അടച്ചു കൂട്ടുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകുക. ഈ രണ്ട് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ അവർ സ്വീകരിച്ചു, ചിലത് അടച്ചു കൂട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളത് തൊഴിലാളികളും തിരിച്ചറിയുന്നുണ്ട്, ട്രേഡ് യൂണിയനും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഉള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈബ്രിഡ് ഡെവലപ്മെൻറ്റലിസം എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഒരുമിച്ച് നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിസ്റ്റത്തെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. നമുക്ക് സോവിയറ്റ് റഷ്യയുടെ കാര്യം അറിയാലോ. സോവിയറ്റ് റഷ്യ ആ അർത്ഥത്തിൽ കൊളാപ്സ് ചെയ്യപ്പെട്ടു. പക്ഷേ പിന്നീട് അത് എമർജ് ചെയ്യുന്നത് പ്രൈവറ്റ് ക്യാപിറ്റലിനും കൂടെ ഒരു പ്രസൻസോടുകൂടിയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഇത് സാധ്യമാകൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് ലോക്കൽ ക്യാപിറ്റലിൻ്റെ, മലയാളി ക്യാപിറ്റലിൻ്റെ അത് സേതു പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അത് ഓർമ്മിപ്പിച്ചാൽ നന്നായി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ് കേരളത്തിൽ നടക്കുന്നത്. ആ അർത്ഥത്തിൽ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കില്ല അത് മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു പുതിയ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ ക്ലാസ് മലയാളിയിൽ നിന്ന് എമർജ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അവർ വെൽപെയ്ഡാണ്, അവരൊത്തിരി അണ്ടർപെയ്ഡ് അല്ല. സ്വാഭാവികമായിട്ടും അതിൽ എംപ്ലോയ് ചെയ്യപ്പെടുന്ന വർക്കേഴ്സ് അവരും ആ അർത്ഥത്തിൽ അണ്ടർപെയ്ഡ് അല്ല. നമുക്കറിയാലോ കേരളത്തിൻ്റെ ഓൾറെഡി വേജ് റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ വേജിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം. അതുകൊണ്ടാണ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആ അർത്ഥത്തിൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ മാഗ്നറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയാറുണ്ട്. അത്രമാത്രം മാഗ്നറ്റിക് എഫക്റ്റാണ് ഈ വേജ് റേറ്റിൻ്റെ വർധനവിലുള്ളത്. അത് നമ്മളെ മലയാളിക്കും അനുഭവിക്കുന്നുണ്ട്. മലയാളി പിന്നെ എന്താ പറയുക, ആക്ച്വൽ ലേബർ മാർക്കറ്റ് വേജില്ലേ, ഒരു 700 to 800, അതിനേക്കാളും മുകളിലാണ് അദ്ദേഹം മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എക്കോണമിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എക്സ്ട്രാ ഗ്രോത്ത്, എക്സ്ട്രാ റിസോഴ്സസ്, എക്സ്ട്രാ സർപ്ലസ്, അത് കുറേ കൂടെ ഭംഗിയായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം കേരളത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പല ഇൻഡിജിനസ് മലയാളീസും വളരെ ധൈര്യത്തോടെ അഭിമാനത്തോടെ ഇവിടെ തന്നെ ബിസിനസ് വീണ്ടും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ കാരണം.